അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഷാജീരകം എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാജീരകം എന്ന് പറയില്ലേ, ആ ഒരു ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ജീരകമല്ല, അതിനേക്കാളും കുറച്ച് ഡാർക്ക് കളറായിട്ട് നല്ല സ്മെല്ലുള്ള ഒരു ജീരകമാണിത്. അപ്പോൾ അതെന്തായാലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 ഗ്രാമ്പു, അതുപോലെ 2 കഷ്ണം പട്ട, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, മുതുമം കുരുമുളക്, അത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുതുമം കുരുമുളക് ഇല്ലാത്തവർക്ക് പൊടി ചേർത്താലും മതി. നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയിലേക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒന്നായിട്ടാണ് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സെപ്പറേറ്റ് ആണ് ഉള്ളതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ആ ഒരു കണക്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് ദം ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലിടാൻ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 1 ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് മല്ലിയും പുതിനയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു കൈപ്പിടിയോളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ഓണിയൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ബ്രൗൺ കളറാക്കാൻ പാടില്ല, ഒരു കയ്പ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊന്ന് ആക്കിയെടുക്കാം. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗീയും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ ഒണിയൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സിങ്ങിലാണ് നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ആ ചിക്കനിലൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് നമുക്കിതിൽ നിന്ന് കിട്ടും. ആ ഒരു മസാലപ്പൊടിയുടെയും ഓണിയൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് നമുക്കിതിന് കിട്ടും. ഇനി നമുക്കിതൊരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 3 കപ്പ് ബസ്മതി റൈസ് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുങ്ങാൻ പാകത്തിന് വെള്ളമൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ആ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതുപോലെ അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കന് പകുതിയോളൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നിങ്ങൾ വലിയ പീസൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിത് 20 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് അടച്ചിട്ടും അതുപോലെ 10 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ചിട്ടുമാണ് ഇത് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നല്ലപോലെ കഴുകിയിട്ട് ഊറ്റിയെടുത്ത് വന്നിട്ടുണ്ട്.
ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഇതിലേക്കായിട്ട് എടുക്കണം. അപ്പം ഞാനിവിടെ വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഒരു 4 ഏലക്ക, പിന്നെ ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഗ്രാമ്പു, ഇത്രയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു 3/4 വേവിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് ഉടഞ്ഞു പോകുന്ന വിധത്തിൽ വേവിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു 3/4 വേവിൽ വേവിച്ചെടുക്കാം. ബാക്കിയുള്ളത് നമ്മൾ ദം ചെയ്യുമ്പം ആ ഒരു ദമ്മിലൊന്ന് വെന്ത് വന്നോളും. അപ്പോൾ ഒരു 3/4 വേവിലായിട്ട് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് റൈസൊക്കെ നല്ലപോലെ ഒന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതുപോലെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു 3/4 വേവിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഗ്രാമ്പു ഏലക്കായൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റൈസ് മൊത്തത്തിൽ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലായിടത്തൊന്നും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓണിയൻ ബാക്കിയുണ്ടായിന് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അടിയിൽ മസാല ഇടുന്നതിന് പകരം അടിയിൽ ചോറിട്ടിട്ട് അതിന് നടുക്ക് മസാല വരുന്ന വിധത്തിലും അങ്ങനെയും ദം ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൊത്തം റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചൂട് പാലിലേക്ക് കുറച്ച് സാഫ്രോണ് ഒന്ന് മിക്സാക്കിയിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. സാഫ്രോണ് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും അതുപോലെ കുറച്ച് അണ്ടിയും മുന്തിരിയും ഞാനിതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയും പുതിനയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഫോയിൽ വെച്ചിട്ട് അതിന് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സാധാരണ ലിഡ് വെച്ചിട്ട് കവർ ചെയ്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലപോലെ ഒന്ന് ദമ്മാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്കിത് ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഗ്യാസിലോട്ടേക്ക് ഇതുപോലത്തെ ഒരു പഴയ ഒരു അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി നല്ല പോലെ ഒന്ന് ദമ്മായി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ റൈസൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മസാലയും റൈസൊക്കെ മൊത്തത്തിലൊന്ന് മിക്സാക്കി ഇട്ടെടുക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മളെപ്പം സാധാരണ നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിനും ഇടയ്ക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയനും അതുപോലെ കാഷ്യൂസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെടുത്തേ ഉള്ളൂ. അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു മിൻറ്റ് ലീവ്സും ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്